ഹലോ ഫ്രണ്ട്സ്, കാറ്റത്തെ കിളിക്കൂടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സുധീഷാണെങ്കിൽ ഭയങ്കര വിഷമത്തിലാണ് കേട്ടോ. കാര്യം എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യണമെങ്കിലും തന്നെ വിളിക്കുകയൊന്നും ചെയ്യുന്നില്ലല്ലോ. താൻ ആകെ ഒറ്റപ്പെട്ടു പോയി എന്നുള്ളൊരു തോന്നലാണ്. അങ്ങനെ സങ്കടത്തോടുകൂടി വെളിയിൽ വന്നിരിക്കുമ്പോൾ തന്നെ അച്ഛൻ ഇങ്ങോട്ട് വന്നിട്ട് പറയടാ, നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? നിന്നെക്കുറിച്ച് ഓർത്ത് എനിക്ക് വല്ലാത്ത സഹതാപം തോന്നുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നിന്നെ ഇവിടെ ആർക്കും വേണ്ട, നിന്നൊരു വിലയില്ല. ഇപ്പോൾ നീ എന്നെ പോലെ ആയി. അതെന്താ അങ്ങനെ? എന്നെ ഇവിടെ ആർക്കും ഒരു വിലയില്ലല്ലോ, അതുപോലെ ആയി. ഞാനും നീ ഇപ്പോൾ ഒരുപോലെ ആയില്ലേ? ദേ ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? എടാ, നീ ഒന്ന് അടങ്ങ്. ഇവിടുത്തെ ഒരു കാര്യം ഞാൻ പറയാം. ശരിക്കും പറഞ്ഞാൽ നീ അവളെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ അവൾ തിരിച്ച് നിന്നെ സ്നേഹിക്കുന്നില്ല. കാര്യം എന്താണെന്നറിയോ? ഇവിടെ അവൾക്ക് കുറേ ഏട്ടന്മാരും അനിയന്മാരും ഒക്കെ ഉണ്ടല്ലോ. അവരെടുത്ത് താങ്ങി തലയിൽ വെച്ചോണ്ട് നടക്കുക. അവന്മാരുടെ വിചാരം എന്താണെന്നറിയോ? അവന്മാർക്ക് ഒരു കുഞ്ഞു പെങ്ങളെ കിട്ടിയില്ലേ ദത്തെടുത്ത് വളർത്താനായിട്ട്. അത് മാത്രമേ അവരുടെ ചിന്തയിലുള്ളൂ. നീ അവളുടെ ഭർത്താവാണെന്നോ അല്ലെങ്കിൽ ഭർത്താവായിട്ട് ജീവിക്കണമെന്നോ ഇങ്ങനെയൊന്നും അവർക്ക് യാതൊരു താല്പര്യവും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ നമ്മൾ തമ്മിൽ ഒരുപോലെ ആയിന്ന്. ദേ, എന്നെക്കൊണ്ട് നിങ്ങളൊന്നും പറയിപ്പിക്കരുത്. പിന്നല്ലാതെ ഞാൻ എന്ത് പറയാനാ? എനിക്കിത്തിരി മനസമാധാനം വേണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്ന് നിന്നത്. ഓ, മനസമാധാനം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സുധീഷ് അവിടുന്ന് ഒരൊറ്റ പോക്ക് പോകുന്നുണ്ട് കേട്ടോ. സങ്കടം സഹിക്കാൻ വയ്യാണ്ട് നേരെ ബാറിലേക്കാണ് പോകുന്നത്. അവിടെ ചെന്നിട്ട് തോമസ് ഏട്ടനെ വിളിക്കുകയാണ്. അയാളാണെങ്കിൽ ഈ സുധീഷിന് കമ്പനി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താടാ സുധീഷ് നിൻ്റെ പ്രശ്നം? നീ ഇത്രയ്ക്കും മനസ്സ് തകർന്ന് കുടിക്കാൻ വേണ്ടിയിട്ട് എന്താണ് കാര്യം? പറ. പിന്നെ നിൻ്റെ ലൈസൻസൊക്കെ പോലീസ് പിടിച്ചു വെച്ചെന്ന് പറഞ്ഞില്ലേ, അതാണോ നിൻ്റെ പ്രശ്നം? എടാ, അതൊന്നും സമാധാനപ്പെട്. അത് എത്രയും വേഗം തിരിച്ച് കിട്ടും. അതിനു വേണ്ടി നീ ഇത്രയും കുടിച്ചു മറിക്കണോ? അങ്ങനെയല്ല തോമസ് ഏട്ടന് അറിയില്ല എൻ്റെ ജീവിതകാര്യം. എന്തറിയില്ലെന്ന്? ഞാൻ എൻ്റെ വീട്ടിൽ എനിക്കൊരു വിലയില്ല. എന്താ കാര്യം? അത് ഞാൻ എങ്ങനെയാണ് ഇപ്പോൾ തോമസ് ഏട്ടനോട് പറയുക? എടാ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറ. ഞാൻ അത് അങ്ങനെയല്ല. പറയടാ, എന്താ കാര്യം? നിധിക്കാണെങ്കിൽ എന്നോട് ഒരു സ്നേഹവും ഇല്ല. സ്നേഹമില്ലേ? അവൾ നിൻ്റെ ഭാര്യയല്ലേ? പിന്നെ സ്നേഹം ഇല്ലാതിരിക്കുമോ? അങ്ങനെയല്ല, അത് തോമസ് ഏട്ടൻ വിചാരിക്കും പോലെ അല്ല. നിങ്ങൾ സ്നേഹിച്ചല്ലടാ കല്യാണം കഴിച്ചത്. നിൻ്റെ കൂടെ ഓടിപ്പോകുന്നവളല്ലേ അവൾ. പിന്നെ എങ്ങനെയാണ് നിന്നോട് സ്നേഹം ഇല്ലാണ്ടിരിക്കുന്നത്? അത് തോമസ് ഏട്ടൻ അറിയാഞ്ഞിട്ടാ. എന്തറിയാഞ്ഞിട്ട്? പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് ഞാൻ കണ്ടതല്ലേ നിനക്ക് വേണ്ടി അവൾ കരയുന്നതും ഒക്കെ. അപ്പോൾ നിന്നോട് സ്നേഹം ഇല്ലാഞ്ഞിട്ടാണോ? ആ, പിന്നെ എൻ്റെ വീട്ടിൽ കുറേ ആൾക്കാരുണ്ടല്ലോ, സഹോദരന്മാരെന്ന് പറഞ്ഞു. എൻ്റെ ഏട്ടന്മാരോടും അനിയന്മാരോടൊക്കെ അവൾക്ക് വലിയ കാര്യമാണ്. മിണ്ടുകയും സംസാരിക്കുകയും കളി പറയും തമാശയ്ക്കുകയും ഒക്കെ ചെയ്യും. പക്ഷേ എന്നെ കണ്ണെടുത്ത് അവൾക്ക് കണ്ടുകൂടാ. എന്നോട് മിണ്ടില്ല, എനിക്ക് ആഹാരം വിളമ്പി തരാൻ വയ്യ, ഒന്നിനും വയ്യ. അതെന്താണ് ഇപ്പം അങ്ങനെ? ആ, മൂത്തൊരു ചേട്ടൻ ഉണ്ട്. അയ്യോ, എൻ്റെ കുഞ്ഞിപ്പെങ്ങളേന്ന് പറഞ്ഞ് തലയെ ചുമന്നാണ് നടക്കുന്നത്. അവളും എൻ്റെ ചേട്ടാന്ന് പറഞ്ഞങ്ങ് നടക്കും. എനിക്ക് താഴെയുള്ള രണ്ടെണ്ണം ഉണ്ട്. ഓ, അവർക്കൊരു ഏട്ടത്തിയമ്മയെ കിട്ടിയോ, അമ്മയെ കിട്ടിയതുപോലെയാണ്. ഇനി ഒരു താരാട്ട് പാടാത്തതിൻ്റെ കുറവും കൂടെ ഉള്ളൂ. അതൊക്കെ അവരോടുള്ള സ്നേഹം. പക്ഷേ നിന്നോട് സ്നേഹം ഇല്ലെന്ന് ആരാ പറഞ്ഞത്? എടാ, അവരോട് കാണിക്കുന്ന അതേ സ്നേഹം നിന്നോട് അവൾ കാണിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ആ, അതാ ഞാൻ പറഞ്ഞത്. ആ സ്നേഹം അല്ല അവൾക്ക് നിന്നോടുള്ളത്. വേറൊരു സ്നേഹം. അത് തൽക്കാലം പ്രകടിപ്പിക്കുന്നില്ല എന്നായിരിക്കാം. ആ, സത്യം പറ, യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? അയ്യോ, ഇതൊന്നും അല്ല തോമസ് ഏട്ടാ. തോമസ് ഏട്ടന് അറിയില്ല എൻ്റെ ജീവിതം. നീ പറ, സത്യം പറ, എന്താ നടന്നത് നിൻ്റെ ജീവിതത്തിൽ? തോമസ് ഏട്ടൻ ആരോടെങ്കിലും പോയി പറയോ? ഞാൻ ആരോടും പറയില്ല. കൊള്ളാം, നിൻ്റെ കാര്യങ്ങൾ ഞാൻ ആരോടും പറയൂടാ. അന്നേ നിധിയുടെ വീട്ടിൽ ഒരു ഓട്ടോ ഉണ്ടെന്നും പറഞ്ഞ് എന്നെ വിട്ടില്ലേ? ആ സമയത്ത് അവിടെ ചെന്ന് ഞാൻ കണ്ടതെന്ന് വെച്ചാൽ അവളെ അവളുടെ അച്ഛൻ വേറൊരുത്തന് കല്യാണം കഴിപ്പിച്ച് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. അവൾക്കാണെങ്കിൽ അവനെ ഇഷ്ടമല്ല. പിന്നെ അവൾക്ക് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടണം, അതിനുള്ള സഹായമാണ് അന്ന് ഞാൻ ചെയ്തു കൊടുത്തത്. അങ്ങനെ ആ രാത്രി അവൾ എൻ്റെ കൂടെ ഓടിപ്പോകുന്നതേ. പിന്നെ വഴിക്ക് വെച്ച് അവർ നമ്മളെ പിടിക്കുമെന്നായപ്പോഴാണ് നമ്മളെ പോലീസ് സ്റ്റേഷനിൽ കയറിയതും നമ്മൾ പരസ്പരം ഇഷ്ടത്തിലാണെന്നും അങ്ങ് കള്ളം പറഞ്ഞതാ. അതെയോ? അപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെയല്ലേ? പക്ഷേ ഞാൻ അന്ന് ശ്രദ്ധിച്ചായിരുന്നു, നിന്നോടൊരു ഭർത്താവിൻ്റേതായിട്ടുള്ള സ്നേഹം അവളുടെ മനസ്സിലുള്ളത് കൊണ്ട് അവൾ ഇത്ര കാര്യമായിട്ട് നിനക്ക് വേണ്ടി നിന്നത്. ആണോ? അതേടാ, അല്ലെങ്കിൽ ഇത്ര വിശ്വസിച്ച് നിൻ്റെ കൂടെ വരുമോ? പക്ഷേ ഇപ്പം അങ്ങനെയല്ലല്ലോ. ആ, ഇതാ ഞാൻ പറഞ്ഞത്. എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു. ഓടി വന്നു. ഇപ്പം നാട്ടുകാരും വീട്ടുകാരൊക്കെ വിചാരിച്ച് വെച്ചിരിക്കുന്നത് എന്താ? നീ അവളുടെ ഭർത്താവാണെന്നും അവൾ നിൻ്റെ ഭാര്യയാണെന്നല്ലേ. പിന്നെ ഈ നിധി ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നീ അവളുടെ ഭർത്താവല്ല എന്ന്? അല്ല വെറുതെ ഓടി വന്നതാണെന്ന്? ഇല്ല, അങ്ങനെ ആരോടും പറഞ്ഞിട്ടില്ല. ആ, അപ്പം തന്നെ മനസ്സിലാക്കിക്കൂടെ അവളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നോട് സ്നേഹം ഉണ്ടെന്നുള്ളത്? അതുകൊണ്ട് ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. നീ ഇങ്ങനെയൊന്നും നടക്കരുത്.
നല്ല സ്മാർട്ടായിട്ട് ഒരു ഭർത്താവിൻ്റെ അധികാരത്തോടു കൂടി വേണം അവരോട് സംസാരിക്കാൻ. മനസ്സിലായോ? അപ്പോഴേ അവൾ നിന്നിലേക്ക് വരുള്ളൂ. നീ പിന്നെ ഒരു ഇതില്ലാതെ മണകുണപ്പന നടന്നാൽ പിന്നെ അവൾ എങ്ങനെയാണ് നിന്നെ മൈൻഡ് ചെയ്യുക? ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ അതാണല്ലേ കാര്യം? അതാണടാ ഉള്ളു കാര്യം. നീ ധൈര്യമായിട്ട് ചെല്ലേ. ഭർത്താവാണെന്നുള്ള രീതിയിൽ കയറി അങ്ങോട്ട് ഇടപെടുകയും പെരുമാറുകയും ആ രീതിയിലുള്ള സ്നേഹം കൊടുക്കുകയൊക്കെ വേണം. അപ്പോൾ അവൾ തനിയേ അങ്ങോട്ട് വന്നോളും. ശരി, എന്നാൽ നീ ചെല്ല്. അങ്ങനെ ബാറിൽ നിന്ന് നേരെ വീട്ടിലേക്ക് വരുന്ന സുധീഷ് ആകെ കുഴഞ്ഞു മറിഞ്ഞ് വീട്ടിലിരുന്നു അങ്ങോട്ട് പാടാൻ തുടങ്ങിയിട്ടോ പാട്ട്. അത്താനും മുറ്റത്ത് ഉമ്മറത്ത് കിടക്കുന്ന അച്ഛൻ അത് കേൾക്കുക. ഇതാരാ ഈ രാത്രി വന്നെന്ന് പാടുന്നത്? നോക്കുമ്പോൾ സുധീഷ്. ആഹാ എടാ, നീ എന്തേ ഇവിടെ വന്നിരിക്കുന്നത്? അത് ശരി, കുടിച്ചിട്ടുണ്ടല്ലേ? അപ്പം ഞാൻ പറയൽ ഒരു തെറ്റുമില്ല. ഞാനും നീയും ഒരുപോലെ ആയില്ലേ? ഇപ്പം നീയും എന്നെപ്പോലെ ആയില്ലേ? കുടി തുടങ്ങിയില്ലേ? എടാ, നീ അവളെ ഓർത്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. പക്ഷേ ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ. നീയും അവളുമായിട്ട് ഇവിടെ ഭാര്യ ഭർത്താവായിട്ട് ജീവിക്കണമെന്ന് ഒരാഗ്രഹവും ഇല്ലാത്ത ചേട്ടനും എൻ്റെ അനിയന്മാരുമാണ് നിനക്കുള്ളത്. പക്ഷെ ഞാൻ അങ്ങനെയല്ല. നീ എങ്ങനെയെങ്കിലും അവളുമായിട്ട് ചേർന്ന് സ്നേഹത്തോടുകൂടി ഒരു കുടുംബത്തോടെ ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതെങ്ങനെയെങ്കിലും സാധിച്ച് തന്നേ പറ്റുള്ളൂ. എങ്ങനെ സാധിക്കാനാ? എങ്ങനെ സാധിക്കാനെന്നോ? എടാ, അവൾക്ക് നിന്നോട് ഇഷ്ടമൊക്കെ ഉണ്ടാവും. ഓരോ വീട്ടിലും കല്യാണം കഴിപ്പിച്ച് അയക്കുമ്പോൾ പൂർണ്ണ സമ്മതത്തോടെ ഇഷ്ടത്തോടെയൊന്നും അല്ലല്ലോ. പിന്നെ ജീവിച്ച് തുടങ്ങുമ്പോൾ കുറേ ആകുമ്പോൾ അവരങ്ങ് ജീവിക്കും അല്ലേ? ഭാര്യ പിന്നെ കൊച്ചുങ്ങളും കുട്ടികളും ഒക്കെ ഉണ്ടാകുമ്പോൾ എന്തു ചെയ്യും? ആ മക്കൾക്ക് വേണ്ടി അങ്ങ് ജീവിക്കും, ഭാര്യ ഭർത്താവായിട്ട് ഒരു കുടുംബമായിട്ട്. ഇതുപോലൊക്കെ തന്നെ ഇവിടെ നടക്കും. അതിന് വേണ്ടിയിട്ട് നീ ചുമ്മാ ഇങ്ങനെ ഒഴിഞ്ഞു മാറി നിൽക്കല്ല വേണ്ടത്. അവളോട് ഇടപെടണം സ്നേഹത്തോടു കൂടി. അവളോട് ഭർത്താവാണെന്നുള്ള രീതിയിൽ നീ പെരുമാറണം. നീയല്ല അവളുടെ ഭർത്താവ്. അതങ്ങനെയാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ അങ്ങോട്ട് മോനെ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. തോമസ് ഏട്ടൻ്റെ വക നല്ലൊരു ഉപദേശവും കിട്ടിയിട്ടുണ്ട്, അച്ഛൻ്റെ വക ഉപദേശവും കിട്ടിയിട്ടുണ്ട്. എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ആവാം. അവളെ അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ, എൻ്റെ ഭാര്യയല്ലേ. ആ അധികാരത്തിൽ നേരെ അകത്തേക്ക് കയറി ചെല്ലാണ് കേട്ടോ. അവിടെ ഹാളിൽ ബാക്കി എല്ലാവരും കിടന്ന് നല്ല ഉറക്കം. ആരും അറിയാണ്ട് പതുക്കെ ഡോറ് തുറന്ന് അകത്തേക്ക് കയറുകയാണ് കേട്ടോ നമ്മളെ സുധീഷ്. എന്നിട്ടാണെങ്കിൽ നിധി അവിടെ കിടപ്പുണ്ട്. നിധിയുടെ അടുത്തേക്ക് നിധി അറിയാണ്ട് പതുക്കെ ചെന്ന് കിടക്കുകയാണ്. ഇത് കാണുമ്പോൾ പെട്ടെന്ന് നിധി ഞെട്ടി ഉണരുക കേട്ടോ. ആരാ ഇത്? നോക്കുമ്പോൾ സുധീഷ്. നിങ്ങളെന്തിനാ എൻ്റെ അടുത്തേക്ക് വന്ന് കിടന്നത്? നീ എന്തിനാടി പേടിക്കുന്നത്? ഞാൻ നിൻ്റെ ഭർത്താവല്ലേ. മര്യാദയ്ക്ക് ഇറങ്ങി പോകുന്നുണ്ടോ നിങ്ങൾ? എന്തിനാ നീ പേടിക്കുന്നത്? എനിക്ക് അവകാശമുണ്ട്. ഞാൻ കെട്ടി താലിയല്ലേ നിൻ്റെ കഴുത്തിൽ കിടക്കണേന്ന് പറഞ്ഞുകൊണ്ട് സുധീഷ് അങ്ങോട്ട് പറയാൻ തുടങ്ങി. ചാടി കഴിച്ച് നിധി പേടിച്ച് കുറച്ച് മാറി നിൽക്കുക, എന്നെ തൊട്ട് പോകരുതെന്ന്. സുധീഷിനാണെങ്കിൽ ആകെ ബോധമില്ല കേട്ടോ. അങ്ങനെ നിധിയുടെ അടുത്തേക്ക് ചെല്ലാണ് നിധിയെ കടന്ന് പിടിക്കാനായിട്ട്. അകത്ത് എന്തൊക്കെയോ ബഹളങ്ങളും ശബ്ദങ്ങളും കേൾക്കുന്ന വരാന്തയിൽ കിടക്കുന്ന നമ്മുടെ മറ്റുള്ളവരെല്ലാവരും ഒന്ന് ഉണരുക കേട്ടോ. അകത്തെന്താ? അങ്ങനെ അവർ ഞെട്ടിത്തരിച്ച് നിൽക്കുന്നതാണ് കേട്ടോ. എപ്പിസോഡിലെ ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്